Good morning, students. Next, our topic mean deviation, continuation of measures of dissipation. What is meant by mean deviation? Mean deviation is defined as the arithmetic mean of deviations of all the values in a series from their average, counting all such deviations as positive. അതായത് mean deviation എന്ന് പറയുന്നത് one of the important element of measures of dissipation. അപ്പോൾ measures of dissipationൽ ഏതൊക്കെ മെഷേഴ്സ് ഉള്ളത്? ഫസ്റ്റ് വൺ ഈസ് റേഞ്ച്, സെക്കൻഡ് വൺ ഈസ് ക്വാർട്ടൽ ഡീവിയേഷൻ, തേർഡ് വൺ ഈസ് മെഷർ ഓഫ് ഡിസിപ്പേഷൻ. മെഷേഴ്സ് ഓഫ് ഡിസിപ്പേഷനിലാണ് മെഷേഴ്സ് ഓഫ് ഡിസിപ്പേഷനിലെ ഫസ്റ്റ് വൺ ഈസ് റേഞ്ച്, സെക്കൻഡ് വൺ ഈസ് ക്വാർട്ടൽ ഡീവിയേഷൻ, തേർഡ് വൺ ഈസ് മീൻ ഡീവിയേഷൻ ആൻഡ് ഫോർത്ത് വൺ ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി നമുക്ക് അതിലെടുക്കുന്ന മൂന്നാമത്തെ ഡീവിയേഷനാണ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മീൻ ഡീവിയേഷൻ ഡിഫൈൻഡ് ആസ് ദ അരിത്തമെറ്റിക് mean of deviations of the all the values in a series from their average. That is, the average selected may be mean, median, mode. നമുക്ക് മീനിൽ നിന്നോ മീഡിയനിൽ നിന്നോ മോഡിൽ നിന്നോ ഉള്ള വാല്യൂസ് തമ്മിലുള്ള വേരിയേഷനെയാണ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഞാനവിടെ ഫോർമുല എഴുതാം. മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ മോഡുലസ് ഡി ബൈ എൻ. താഴെ mean deviation is equal to formula the mean deviation is equal to sigma modulus d by n. In the formula sigma modulus d by n, where modulus d represents deviation from an average, deviation from an average no. Modulus d is equal to sigma, mean deviation is equal to sigma modulus d by n. Modulus d is equal to deviation from an average. Average may be deviation from an average without sign. Deviation from an average without sign. അതായത് without sign. അതായത് മോഡുലസ് ഡി കണ്ടുപിടിക്കണം. ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ ഓർ എക്സ് മൈനസ് മീഡിയൻ ഓർ എക്സ് മൈനസ് മോഡ്. ഈ ഡി എന്ന് പറയുന്നത് ഡീവിയേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് എക്സാക്ട് വാല്യൂ നമുക്ക് തന്നിരിക്കുന്ന എക്സ് വാല്യൂവിൽ നിന്ന് എക്സ് മൈനസ് മീൻ, എക്സ് മൈനസ് ആവറേജ്, ഇതാണ് ഡി എന്ന് പറയുന്നത്. ആ ഡി ചിലപ്പോൾ നെഗറ്റീവ് ആവാം അല്ലെങ്കിൽ പോസിറ്റീവ് ആവാം. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. കണ്ടോ? അപ്പോൾ മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ മോഡുലസ് ഡി ബൈ എൻ. മോഡുലസ് ഡി ഈസ് ഈക്വൽ ടു ഡീവിയേഷൻ ഫ്രം ആൻ ആവറേജ് വിത്തൗട്ട് സൈൻ. ഡീവിയേഷൻ ഫ്രം ആൻ ആവറേജ് വിത്തൗട്ട് സൈൻ, ദറ്റ് ഈസ് കൺസിഡേർഡ് ആസ് പോസിറ്റീവ്. ദ ആവറേജ് മേ ബി, ഈ ആവറേജ് എന്ന് പറയുന്നത് മീൻ, മീഡിയൻ, മോഡ്, ഏതെങ്കിലും ഒരു ആവറേജ് ആയിരിക്കാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു coefficient of mean deviation is equal to mean deviation divided by average. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീഡിയൻ, മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മോഡ്. ഏതാണോ നമുക്ക് തന്നിരിക്കുന്ന ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആവറേജിനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാണുമ്പോൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? അപ്പോൾ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു ദെൻ സിഗ്മ മോഡുലസ് ഡി ബൈ എൻ. മോഡുലസ് ഡി എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ എന്നൊക്കെ പറയുന്നതാണ്. എക്സ് മൈനസ് എക്സ് ബാർ എന്നൊക്കെ പറയുന്നതാണ് മോഡുലസ് ഡി ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ ഡി എന്ന് പറയുന്നത് എൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഐറ്റംസ്. ദെൻ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. മീൻ ഡീവിയേഷൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ്. മീൻ ഡീവിയേഷൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ്. mean deviation in individual series.
mean deviation in individual series. Find mean deviation. Find mean deviation and find mean deviation and its coefficient. Find mean deviation and its coefficient. Then values, x values 25, 63, 85, 25, 63, 85, 75, 62, 70, 83, 28, 30, 12. നമുക്കിങ്ങനെ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇവിടെ ഫൈൻഡ് മീൻ ഡീവിയേഷൻ ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യൻ എന്ന് പറയുന്നുണ്ട്. ഫൈൻഡ് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലൊരു പ്രത്യേകത, എല്ലായ്പ്പോഴും മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ആവറേജിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കേണ്ടത് എന്ന് പറയുന്നൊരു ഇതുണ്ടായിരിക്കും. അതായത് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ, അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ, മീൻ ഡീവിയേഷൻ ഫ്രം മോഡ്. ഏതെങ്കിലും ഒരു ആവറേജിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കേണ്ടതെന്ന് വ്യക്തമാക്കി തരും. അതിനുശേഷം നമ്മൾ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കണം. ആ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കുമ്പോൾ മീൻ ഡീവിയേഷൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ് ഒരുപാട് വാല്യൂസ് തന്നിട്ടുണ്ട്. ഇവിടെ മീനാണ് നമ്മളോട് ആവറേജ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിരിക്കണേ. അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് നോക്കാം. മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എക്സ് വാല്യൂസ് കണ്ടോ. എക്സ് വാല്യൂസ് 25, 63, 85, 75, 62, 70, 83, 28, 20, 12. 20, 12 ഇതിനാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദെൻ ഇവിടെ എത്രയാണ് നമ്പർ ഓഫ് ഐറ്റംസ് നമുക്ക് മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഫോർമുല ഇതാണ്. മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ മോഡുലസ് ഡി ബൈ എൻ. ഡി ഈസ് ഈക്വൽ ടു ഡീവിയേഷൻ ഫ്രം എൻ ആവറേജ് എന്നാണ്. മോഡുലസ് ഡി കണ്ടുപിടിക്കണം. മോഡുലസ് ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് മീഡിയൻ ഓർ എക്സ് മൈനസ് മീൻ. ഇവിടെ എന്താ പറഞ്ഞിരിക്കണേ? എക്സ് മൈനസ് മീൻ. അപ്പോൾ ഇവിടെ നമുക്ക് മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഫോർമുല മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ മോഡുലസ് ഡി ബൈ എൻ. മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ മോഡുലസ് ഡി ബൈ എൻ. ഡി ഈസ് ഈക്വൽ ടു മോഡുലസ് ഡി എന്ന് പറയുന്നത് മോഡുലസ് ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മൾ എക്സ് ബാർ കണ്ടുപിടിക്കണം. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. x bar is equal to sigma x by n. Sigma x is equal to 25 plus 63 plus 85 plus 75 62 70 83 28 20 12. ഈ തന്നിരിക്കുന്ന എക്സ് വാല്യൂസ് എല്ലാം തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് സിഗ്മ എക്സ് എന്ന് പറയുന്നത്. സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു 533. Sigma x is equal to 533. Therefore, x bar is equal to 533 divided by n. n is equal to number of items 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Number of items is equal to 10. Therefore, x bar is equal to 53.3. 53.3. അപ്പോൾ തന്നിരിക്കുന്നതിൽ നമുക്ക് എക്സ് ബാർ കണ്ടുപിടിച്ചു. എക്സ് ബാർ ഈസ് ഈക്വൽ ടു 53.3. മീൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ ഇനി നമുക്കറിയേണ്ടത് എക്സ് ബാർ അറിയാം. ഇനി മോഡുലസ് ഡി. മോഡുലസ് ഡി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡി എന്ന് പറയുന്ന ആൻസർ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യണമെന്ന് മാത്രം. മോഡുലസ് ഡി എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ആണ്. എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് 25 മൈനസ് 53.3, 63 മൈനസ് 53.3 കണ്ടോ, 85 മൈനസ് 53.3, 75 മൈനസ് 53.3. എല്ലാ വാല്യൂസും
എഴുതുന്ന എക്സ് മൈനസ് എക്സ് ബാർ, എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറണം. 62 മൈനസ് 53.3, 70 മൈനസ് 53.3, 83 മൈനസ് 53.3, 28 മൈനസ് 53.3, 20 മൈനസ് 53.3, 12 മൈനസ് 53.3. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ ആയി. എക്സ് മൈനസ് എക്സ് ബാർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഈസ് ഇപ്പോൾ 25 മൈനസ് 53.3 എന്ന് പറയുമ്പോൾ മൈനസ് 28.3 വരിക. പക്ഷേ മൈനസ് 28 എന്ന് പറയുന്നത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. പകരം 28.3, 9.7, 31.7, 21.7, 8.7, 16.7, 29.7, 25.3, 23.3, 41.3 ആണോ. അപ്പോൾ ഇവിടെ മെയിൻ ഡീവിയേഷൻ എന്താണെന്ന് മനസ്സിലായി. ദെൻ അതിൽ എക്സ് ബാർ മോഡുലസ് ഡി എന്ന് പറയുന്നത് കിട്ടി. മോഡുലസ് ഡി എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ മോഡുലസ് ഡി ബൈ എൻ ആണ്. സിഗ്മ മോഡുലസ് ഡി എന്ന് പറയുന്നത് ദെൻ മോഡുലസ് ഡിയുടെ ടോട്ടൽ. ദെൻ ടോട്ടൽ 236.64, 236.4, 236.4, 236.4. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇവിടെ മീൻ ഡീവിയേഷനിലെ സിഗ്മ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കണം. മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ മോഡുലസ് ഡി ബൈ എൻ. സിഗ്മ മോഡുലസ് ഡി ബൈ എൻ എന്നുള്ളത് ദറ്റ് ഈസ് മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 236.4 divided by 10. Answer is 23.64. Mean deviation 23.64. Coefficient of mean deviation. Coefficient of mean deviation is equal to mean deviation divided by mean. That means mean deviation is equal to 23.64 divided by 53.3. 23.64 divided by 53.3. Answer is 0.44. 0.44. അപ്പോൾ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ മനസ്സിലായി. അപ്പോൾ കാര്യം എന്തൊക്കെയാണ് ആലോചിക്കേണ്ടത്? മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല മീൻ ഡീവിയേഷൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസിലാണ് ഈ ഡി ഉപയോഗിക്കേണ്ടത്. കണ്ടിന്യൂസ് സീരീസിലോ ഡിസ്ക്രീറ്റ് സീരീസിലോ മീൻ ഡീവിയേഷൻ വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ ഫ്രീക്വൻസി കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മീൻ ഡീവിയേഷൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ്, മീൻ ഡീവിയേഷൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ്, മീൻ ഡീവിയേഷൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ്, മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ മോഡുലസ് ഡി ബൈ എൻ. Coefficient of mean deviation is equal to mean deviation divided by average. Mean deviation in individual series ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. ദെൻ അവിടെ mean deviation from and its coefficient from mean. അവിടെ ശ്രദ്ധിക്കേണ്ടത് mean deviation കണ്ടുപിടിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഒരു ആവറേജിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ആ ആവറേജ് എന്ന് പറയുന്നത് മീൻ ആവാം, മീഡിയൻ ആവാം, മോഡ് ആവാം. Therefore ദെൻ എക്സ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മോഡുലസ് ഡി എക്സ് മൈനസ് എക്സ് ബാർ കണ്ടുപിടിച്ചു. ദെൻ മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ മോഡുലസ് ഡി ബൈ എൻ. ദെൻ മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 23.64. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ 0.44. ഇനിയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മീൻ ഡീവിയേഷൻ തന്നെയാണ്, പക്ഷേ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ. Mean deviation from median.
Next question. Calculate mean deviation from median and its coefficient. Calculate mean deviation from median and its coefficient. അപ്പോൾ മീൻ ഡീവിയേഷൻ മീഡിയൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മോഡുലസ് ഡി എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നതിന് പകരം എക്സ് മൈനസ് മീഡിയൻ എന്ന് പറയേണ്ടതായിട്ട് വരും. ദെൻ കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ, ഇതാണ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യന്റ് ഫോർ ദി ഫോളോയിങ് വാല്യൂസ്. Values are 5, 28, 33, 44, 83, 87, 96, 99, 20, 99, 25, 35, 82. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 11 നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിനെ ആദ്യം ഇങ്ങനെ എഴുതാം. മീഡിയനാണ് ആദ്യം മീഡിയൻ കണ്ടുപിടിക്കേണ്ടി വരും. മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉപയോഗിക്കേണ്ടി വരും. മീഡിയൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മീഡിയൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസിലെ മീഡിയൻ കണ്ടുപിടിക്കുമ്പോൾ നമ്പേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. തന്നിരിക്കുന്ന എക്സ് വാല്യൂസിനെ അസെൻഡിങ് ഓർഡറിലോ അതുമല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യണം. അതിനുശേഷം n/2th ഐറ്റം ദാറ്റ് ഈസ് കോൾഡ് ആസ് മീഡിയൻ. അപ്പോൾ ആദ്യം മീഡിയൻ എന്ന് പറയുമ്പോൾ n/2 അല്ല, n/2 എന്ന് പറയുന്ന മീഡിയൻ n+1/2th ഐറ്റം ഏതാണോ അതാണ് മീഡിയൻ. ഞാൻ നമ്പേഴ്സിന് ആദ്യം അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റി എഴുതുന്നു. 5, 25, 28, 33, 34, 35, 44, 82, 83, 87, 96, 99. values होगा 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 11 നമ്പേഴ്സ് ഉണ്ട്. ദെൻ ഇവിടെ എക്സ് വാല്യൂസ് കിട്ടി. ദെൻ ഇൻഡിവിജ്വൽ സീരീസ് ആണ്. മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ മീഡിയൻ ഈസ് ഈക്വൽ ടു n+1/4th ഐറ്റം. n+1/4 എന്ന് ഇൻഡിവിജ്വൽ സീരീസ് ആണ്, സ്മോൾ ലെറ്റർ തന്നെ ഉപയോഗിച്ചാൽ മതി. n+1/4th ഐറ്റം 11+1/n+1/2th ഐറ്റം. ക്വാർട്ടൈൽസ് ആണ് 4 ഉപയോഗിക്കുക. 11+1/2 ദാറ്റ് ഈസ് 12/2 ദാറ്റ് ഈസ് 6th ഐറ്റം. ഇതിനെ അസെൻഡിങ് ഓർഡറിലേക്ക് എഴുതിയതിന് ശേഷം 6th പൊസിഷനിൽ വരുന്ന എലമെൻ്റ് ഏതാണോ അതാണ് മീഡിയൻ എന്ന് പറയുന്നത്. 1, 2, 3, 4, 5, 6. 44 is the median. Median is equal to 44. ഇതിന്ന് മീഡിയൻ 44 ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. മീഡിയൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയേണ്ടത് മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞ ഫോർമുല, മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ മോഡുലസ് d/n ആണ്. മോഡുലസ് ഡി എന്ന് പറയുന്നത് മോഡുലസ് ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് മീഡിയൻ ഓർ എക്സ് മൈനസ് ഏതാണോ ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആവറേജ് കൺസിഡർ ചെയ്യാം. എക്സ് മൈനസ് മീൻ ആവാം, എക്സ് മൈനസ് മീഡിയൻ ആവാം, അല്ലെങ്കിൽ എക്സ് മൈനസ് മോഡ് ആവാം. ഇവിടെ മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ മോഡുലസ് d/n. മോഡുലസ് ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് മീഡിയൻ. എക്സ് മൈനസ് മീഡിയൻ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് കോളം മോഡുലസ് ഡി കണ്ടുപിടിക്കണം. മോഡുലസ് ഡിയിലെ ഫോർമുല ഇതാണ്. മോഡുലസ് ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് മീഡിയൻ. എക്സ് മൈനസ് മീഡിയൻ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 44, 5 മൈനസ് 44, 25 മൈനസ് 44, 33 മൈനസ് 44,
33 minus 35, 33 minus 44, 35 minus 44, 44 minus 44. ഇങ്ങനെ ഓരോ എക്സ് വാല്യൂസിൽ നിന്നും മീഡിയൻ മൈനസ് ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് ഡി എന്ന് പറയുന്നത്. Deviation from median without sign, that is called as modulus D. Deviation from median without sign. Then first 39 പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം, ദറ്റ് ഈസ് മോഡുലസ് ഡി. 39, then 19, 16, 11, 9, 0, 38, 39, 43, 52, 55. സിഗ്മ മോഡുലസ് ഡി എന്ന് പറയുമ്പോൾ മോഡുലസ് ഡിയുടെ ടോട്ടൽ 321. 321. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ഏതാ കിട്ടിയിരിക്കുന്നത്? 321 മോഡുലസ് ഡിയുടെ ടോട്ടൽ. Therefore modulus D എന്ന് പറയുന്നത് സിഗ്മ മോഡുലസ് ഡി 321. Therefore mean deviation is equal to 321 divided by 11. 321 divided by 11, that is 29.18. 29.18. അപ്പോൾ ഇതിന്ന് മീൻ ഡീവിയേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റി. മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 29.18. Therefore കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു, ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കണം. കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ്. മീൻ ഡീവിയേഷൻ അതായത് MD, മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീഡിയൻ. നമ്മൾ മീൻ ഡീവിയേഷൻ ഏത് ആവറേജ് ഉപയോഗിച്ചിട്ടാണോ മീൻ ഡീവിയേഷൻ കണ്ടുപിടിച്ചിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ കോഎഫിഷ്യൻറ്റും കണ്ടുപിടിക്കണം. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീഡിയൻ. മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 29.18 divided by median is equal to 44. 29.18 divided by 44. Answer is 0.66. Answer is 0.66. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൽ ഇത് മനസ്സിലായിട്ടുണ്ടാവും. മീഡിയൻ ഉപയോഗിച്ചുകൊണ്ടും മീൻ ഉപയോഗിച്ചുകൊണ്ടും മീൻ ഡീവിയേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ ഡീവിയേഷൻ ഫ്രം ആൻ ആവറേജ് എന്ന് പറയുന്ന മീൻ ഡീവിയേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇൻഡിവിജ്വൽ സീരീസിലെ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ മോഡുലസ് ഡി ബൈ എൻ. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ്. കണ്ടോ, ആവറേജ് എന്ന് പറയുന്നത് മീൻ ആയിരിക്കാം, മീഡിയൻ ആയിരിക്കാം, മോഡായിരിക്കാം. ആ സിറ്റുവേഷനിൽ ഏത് പ്രോബ്ലം തന്നു കഴിഞ്ഞാലും മീനാണോ മീഡിയനാണോ തന്നു വെച്ചാലും ആ മീനോ മീഡിയനോ കണ്ടുപിടിക്കാനുള്ള ഓൾറെഡി നമുക്കറിയാവുന്ന ഫോർമുലാസ് അവിടേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, മീൻ ഡീവിയേഷൻ ഇൻ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് ടോപ്പിക്, മീൻ ഡീവിയേഷൻ ഇൻ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പം നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിലാണ് ചെയ്തിരിക്കണേ. ഇൻഡിവിജ്വൽ സീരീസും അതാകുമ്പോൾ അവിടെ ഫ്രീക്വൻസി ഉണ്ടാവില്ല. ദെൻ അവിടെ മോഡുലസ് ഡി എന്ന് ഇവിടെ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും, ഒബ്സർവേഷൻ ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, മീൻ ഡീവിയേഷൻ. Mean deviation in discrete frequency distribution. In discrete frequency, mean deviation in discrete frequency
distribution. Mean deviation discrete frequency distribution. Discrete frequency distribution le mean deviation is equal to, and the formula mean deviation is equal to sigma f into modulus d by n. Sigma f into modulus d. Modulus d കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് f into modulus d. Sigma f into modulus d divided by n. d is equal to deviation from an average without sign. Then coefficient of mean deviation എന്ന് പറയുന്നതും coefficient of mean deviation is equal to, coefficient of mean deviation കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? Coefficient of mean deviation is equal to mean deviation divided by average. Coefficient of mean deviation is equal to mean deviation divided by average. Next problem, compute mean deviation about mean and its coefficient for the following data. ഇവിടെ compute mean deviation about mean and its coefficient compute mean deviation about mean and its coefficient values number of children 0 1 2 3 4 5 6. X values ആണ്. Number of families F. Number of families 171 82 50 25 13 7 2. 171 82 50 25 13 7 2. Then ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കമ്പ്യൂട്ട് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. അപ്പോൾ ആദ്യം നമുക്ക് സിഗ്മ മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഡി ബൈ ക്യാപിറ്റൽ ലെറ്റർ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ദെൻ ഇവിടെ മോഡുലസ് ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് എഫ് ഇൻറ്റു മോഡുലസ് ഡി ആണ്. അപ്പോൾ ആദ്യം എഫ് ഇൻറ്റു മോഡുലസ് ഡി അറിയണമെന്നുണ്ടെങ്കിൽ മോഡുലസ് ഡി എന്താണെന്ന് അറിയേണ്ടി വരും. മോഡുലസ് ഡി എന്ന് പറയുന്നത് എക്സ് മൈനസ് മീൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ എക്സ് മൈനസ് മീൻ എന്ന് എഴുതേണ്ടി വരും. എക്സ് മൈനസ് മീൻ. ദെൻ മീൻ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ കണ്ടുപിടിക്കുമ്പോൾ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. ദെൻ അവിടെ സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്ന് പറയുമ്പോൾ എഫ് എക്സ് കണ്ടുപിടിക്കേണ്ടി വരും. എഫ് എക്സ് ഈസ് ഈക്വൽ ടു 171 into 0, then 82 into 1, that is 82, then 100, 75, 52, 35, 12. ഇതാണ് എഫ് എക്സ് എന്ന് പറയുന്നത്. സിഗ്മ എഫ് എക്സ് ബൈ എൻ. എൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ. ഇവിടെ 350, 356 ആണോ. എഫ് എക്സ് എന്ന് പറയുന്നത് 356ഉം എഫിൻ്റെ ടോട്ടൽ എൻ എന്ന് പറയുന്നത് 350 ആണ്. ദെർഫോർ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് 356 divided by 350. 356 divided by that is 1.02.
മീൻ ഈസ് ഈക്വൽ ടു 1.02. മീൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ നെക്സ്റ്റ് കോളം എക്സ് അറിയാം, എഫ് അറിയാം, എഫ് എക്സ് അറിയാം. നെക്സ്റ്റ് കോളം നമുക്ക് അറിയേണ്ടത് മോഡുലസ് ഡി ആണ്. മോഡുലസ് ഡി എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ. മോഡുലസ് ഡിയുടെ ബ്രാക്കറ്റിലെ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് എഴുതണം. എക്സ് മൈനസ് എക്സ് ബാർ. മോഡുലസ് ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുമ്പോൾ 0 മൈനസ് 1.02, 0 മൈനസ് 1.02, 1 മൈനസ് 1.02. ദെൻ ഇങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. ദെൻ അങ്ങനെയാണെങ്കിൽ 0 മൈനസ് 1.02 എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം. 1.02, 0.02, ദെൻ നെക്സ്റ്റ് വൺ ഈസ് 0.98, നെക്സ്റ്റ് 1.98, 2.98, 2.98, then 3.98, 4.98. ഇവിടെ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് എക്സ് മൈനസ് മീൻ. മോഡുലസ് ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ. ദെൻ എക്സ് ബാർ എന്ന് പറയുന്നത് സിഗ്മ എഫ് എക്സ് ബൈ എൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 356 ഡിവൈഡഡ് ബൈ 350. എക്സ് ബാർ ഈസ് ഈക്വൽ ടു 1.02. ഈ 1.02 നമ്മളിവിടെ എഴുതുമ്പോൾ മോഡുലസ് ഡി എന്ന് പറയുന്നത് 0 മൈനസ് 1.02, 1 മൈനസ് 1.02, 2 മൈനസ് 1.02, 3 മൈനസ് 1.02, 4 മൈനസ് 1.02, 5 മൈനസ് 1.02, 6 മൈനസ് 1.02. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ. ദെൻ അവിടെ നമുക്ക് എന്ത് കിട്ടി? മോഡുലസ് ഡി എന്ന് പറയുന്നതിൻ്റെ ആൻസറായി. നമുക്കറിയേണ്ടത് മോഡുലസ് ഡി മാത്രമല്ല, മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ ആവശ്യമുള്ളത് എന്താ? മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഡി ബൈ എൻ ആണ്. എഫ് ഇൻറ്റു സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഡി ആണ്. ദെൻ നെക്സ്റ്റ് കോളം എഫ് ഇൻറ്റു മോഡുലസ് ഡി. എഫ് എന്ന് പറയുന്നത് 171, 82, 50, 25 എന്ന് പറയുന്നതാണ്. 171 ഇൻറ്റു 1.02, 82 ഇൻറ്റു 1.02, 171 ഇൻറ്റു 1.02, 82 ഇൻറ്റു 0.02, 50 ഇൻറ്റു 0.98, 25 ഇൻറ്റു 1.98, 13 ഇൻറ്റു 2.98, 7 ഇൻറ്റു 3.98. Then F ഇൻറ്റു മോഡുലസ് ഡി. Then answer is FD is equal to 174.42, 1.64, 49.50, 38.74, 27.86, 174.42, 1.64, 49, just missing. That is 49, 49.50, 38.74, 27.86, 9.96. Total 351.12. 351.12. അപ്പോൾ എഫ് ഇൻറ്റു മോഡുലസ് ഡി ആയിട്ടുണ്ട്. n എന്ന് പറയുന്നത് 350. Therefore mean deviation is equal to sigma f into modulus d, sigma f into modulus d 351.12 divided by n is equal to 350. Answer is 1 point. Mean deviation about mean deviation from mean sigma f into modulus d 351.12 divided by 350, that is 1. Then coefficient of mean deviation is equal to coefficient of mean deviation is equal to 1 by
1.02, ആൻസർ ഈസ് 0.98. ഇവിടെ സംതിങ് വരാൻ സാധ്യതയുണ്ട്. 351 നോക്കുക നിങ്ങളത്. 351.12 ഡിവൈഡഡ് ബൈ 350 1 പോയിൻറ്റ് സംതിങ് വരും. കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 1/1.02. ദെൻ ഫൈനൽ ആൻസർ ഈസ് 0.98. അപ്പോൾ ഇതുപോലെ തന്നെ മീൻ ഡീവിയേഷൻ വേറെ ഏതെങ്കിലും ഡിസ്ക്രീറ്റ് സീരീസിൽ തന്നെ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ എന്നോ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ ഫ്രം മോഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ദെൻ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മീൻ ഡീവിയേഷൻ ഇൻ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ അതിലൊരു പ്രോബ്ലം കൂടെ നോക്കാം. മീൻ ഡീവിയേഷൻ ഫ്രം കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. മീൻ ഡീവിയേഷൻ ഫ്രം കണ്ടിന്യൂസ് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എടുക്കാം. ദെൻ ഇതിൽ തന്നെ കുറച്ച് എക്സസൈസ് പ്രോബ്ലംസ് വരും. കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. കണ്ടോ, കണ്ടിന്യൂസ് ഫ്രീക്വൻസി നെക്സ്റ്റ് ക്ലാസ്സിലാവാം. കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ. എക്സസൈസ് പ്രോബ്ലംസ് ആണ്. Calculate mean deviation from mean. Then x values 21, 29, 35, 10, 42, 75, 50, 30, 18, 80. Calculate mean deviation from mean. First one, second one, calculate mean deviation about median. Then first serial number 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Then marks column 50, 27, 38, 40, 90, 42, 70, 60, 15, 40. Then third one, calculate mean deviation about mean and about median. രണ്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ടും ചെയ്യണം. കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ about mean and median. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ calculate mean deviation about mean and median from the data. Mean deviation about mean and median. X values 10, 11, 12, 13, 14. Then frequency 3, 12, 18, 12, 3. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ മീൻ ഡീവിയേഷൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ്, മീൻ ഡീവിയേഷൻ ഇൻഡിവിജ്വൽ സീരീസ് ആൻഡ് മീൻ ഡീവിയേഷൻ ഡിസ്ക്രീറ്റ് സീരീസ് ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്.
മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു എന്താ സിഗ്മ മീൻ ഡീവിയേഷൻ ഇൻഡിവിജ്വൽ സീരീസ് സിഗ്മ മോഡുലസ് ഡി ബൈ എൻ. ദെൻ modulus d is equal to x minus average, that may be mean, median or mode. Mean deviation in discrete frequency distribution, mean deviation is equal to sigma f into modulus d by n. Then അവിടെയും നമുക്ക് d എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് സീരീസിനെ സംബന്ധിച്ചിടത്തോളം വരാവുന്ന ആവറേജസ് ഒക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കാം. ഫോർമുലാസൊക്കെ മീനോ മീഡിയനോ മോഡോ ഏത് രീതിയിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അതെല്ലാം നമുക്കവിടെ ഉപയോഗിക്കാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മീൻ ഡീവിയേഷൻ ഇൻ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് ചെയ്യാം. ഓക്കെ, താങ്ക് യു ആൻഡ് താങ്ക് യു ആൾ.